بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم لا علم لنا إلا ما علمتنا اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദ് എന്ന മഹത്തായ ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 അധ്യായങ്ങളും നമ്മൾ മനസ്സിലാക്കിയതുപോലെ എങ്ങനെയാണ് ആളുകൾ, ജനങ്ങൾ ഷിർക്കിലേക്ക് എത്തിപ്പെട്ടത്, അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നായിരുന്നു ഷെയ്ഖ് റഹിമഹുല്ലാ വിശദീകരിച്ചത്. അതിനെ തുടർന്ന് തന്നെയാണ് ഇനിയുള്ള അധ്യായവും ഷെയ്ഖ് പറയുന്നത്. ഷെയ്ഖ് പറഞ്ഞു, ബാബുൻ മാ ജാഅ അന്നൽ ഗുലൂവ ഫീ ഖുബൂരി സാലിഹീന യുസയ്യിറുഹ ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്. സാലിഹീങ്ങളുടെ, നല്ല നല്ല ആളുകളുടെ ഖബർ, അതിനോടുള്ള അതിരുകവിഞ്ഞ സമീപനം, ആ ഖബറുകൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ബിംബമായി, വിഗ്രഹമായി മാറിയിരിക്കുന്നു, മാറാൻ കാരണമായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഖബറുകൾ, അതിനോടുള്ള അതിരുകവിഞ്ഞ സമീപനം ഇത്ര എതിർക്കപ്പെടാനുള്ള കാരണം? സ്വാലിഹീങ്ങളുടെ ഖബറുകളോടുള്ള അതിരുകവിഞ്ഞ സമീപനം എന്നത് അതിനെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റും. അതുകൊണ്ടാണ് അത് ഷിർക്കിലേക്കെത്തിക്കും, കുഫറിലേക്കെത്തിക്കും, ആളുകളുടെ ദീൻ ഫസാദാക്കി കളയും എന്നതുകൊണ്ട് തന്നെയാണ്. സഹോദരങ്ങളെ, അൽ ഗുലൂ എന്ന് പറഞ്ഞാൽ, അതിരുകവിഞ്ഞ സമീപനം എന്ന് പറഞ്ഞാൽ, അതിരുകവിച്ചൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ വിശദീകരിച്ചതാണ്. അഥവാ അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്നും ഒന്നല്ലെങ്കിൽ പരിധി വിട്ട് അങ്ങേ തലക്കെത്തുക, അതല്ലെങ്കിൽ ഇങ്ങേ തലക്കെത്തുക. ഇത് രണ്ടും അതിരുകവിച്ചലാണ്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചെടുത്ത് നിൽക്കുക എന്നതാണ് അവൻ്റെ മേലുള്ള നിർബന്ധ ബാധ്യത. ഖബറാളികളോട്, ഖബറിലുള്ള ആളുകളോടുള്ള സമീപനം എന്തായിരിക്കണമെന്ന് ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ 2 കാര്യങ്ങളാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഖബറുകളോടുള്ള, ഖബറാളികളോടുള്ള നമ്മുടെ ബാധ്യത 2 കാര്യങ്ങളാണ്. ഒന്ന്, ഖബറുകൾ, അതിനെ നമ്മൾ ബഹുമാനിക്കണം. അഥവാ ഒരു ഖബറിനെയും നമ്മൾ അനാദരിക്കരുത്, ഒരു ഖബറിനെയും അനാദരിക്കരുത്. ഖബർ ചവിട്ടി നടക്കാനോ അതിന്മേൽ ഇരിക്കാനോ അങ്ങനെയുള്ള യാതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ പാടുള്ളതല്ല എന്നതാണ് ഈ ദീനിലെ നിയമം. രണ്ടാമത്തെ കാര്യം, ഈ ഖബറിനോടോ ഖബറാളിയോടോ അതിരുവിട്ട സമീപനം സ്വീകരിക്കരുത്. അഥവാ എന്താണ് ഖബർ സിയാറത്ത് കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യമാക്കിയത്, നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതിൽ ഒതുങ്ങി നിൽക്കണം. അതിനപ്പുറത്തേക്ക് ഒരു ഖബറിനെയോ ഖബറാളിയെയോ കൊണ്ടുപോവാൻ പാടില്ല എന്നതാണ് ദീനിൻ്റെ നിയമം. ഇത് രണ്ടും ഖബറിനോടും ഖബറാളിയോടുമുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. ഇതാണ് ദീനിലെ നിയമം. ഇതിൽ നിന്ന് തെറ്റാൻ, മാറാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ
ഏൽപ്പിച്ച ഒരു കാര്യം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായ അബുൽ ഹയ്യാജ് അൽ അസദി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകൾ നമുക്കിപ്രകാരം കാണാം. അല അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ച ഒരു കാര്യത്തിന് താങ്കളെ നാം നിയോഗിക്കട്ടെയോ? എന്താണ് ആ കാര്യം? അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ ഖബറും നിരപ്പാക്കാതെ വിടരുത്, ഒരൊറ്റ വിഗ്രഹവും തകർക്കാതെ ഒഴിവാക്കുകയും ചെയ്യരുത്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കാര്യമാണ്, അദ്ദേഹത്തോട് കൽപ്പിച്ച കാര്യമാണ്. അത് പിന്നീട് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനോട് കൽപ്പിക്കുകയാണ്. അഥവാ ഉയർന്നു നിൽക്കുന്ന പൊങ്ങി നിൽക്കുന്ന ഒരു ഖബറും നിരപ്പാക്കാതെ തട്ടി നിരത്താതെ വെറുതെ വിട്ടുകളയരുത് എന്ന്. അത് സഹോദരങ്ങളെ ഈ ദീനിൻ്റെ തൗഹീദിൻ്റെ സംരക്ഷണമാണ്. കാരണം നമ്മൾ മുന്നേ മനസ്സിലാക്കിയതുപോലെ ഖബറിനരികിൽ വന്ന് ആ ഖബറാളിയോടുള്ള അതിരുകവിച്ചൽ പിന്നീട് അവരെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിച്ചു എന്നതാണ് വസ്തുത. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം കൊടുത്ത തലക്കെട്ട് വളരെ മനോഹരമാണ്. അഥവാ സാലിഹീങ്ങളുടെ ഖബറുകളോടുള്ള അതിരുകവിഞ്ഞ സമീപനമാണ് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി അതിനെ പിന്നീട് മാറ്റിയത്. പല ആളുകളും പറയാറുണ്ട്, നമ്മൾ ഖബറിനെ ആരാധിക്കുന്നില്ല, ഖബർ വിഗ്രഹമാവുന്നില്ല, ഖബർ എങ്ങനെയാണ് വിഗ്രഹമാവുക എന്നെല്ലാം ചോദിക്കാറുണ്ട്. ഖബർ വിഗ്രഹമായി തീരും എന്നത് നമ്മളാരും പറഞ്ഞതല്ല. ഒരു ഖബർ ആരാധിക്കപ്പെട്ടാൽ ആ ഖബർ വിഗ്രഹമായി തീരും, ബിംബമായി തീരും എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന പ്രയോഗമാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഒന്നാമതായി എടുത്തുകൊടുത്ത തെളിവ് നമുക്ക് കാണാം. റവാ മാലിക്കുൻ ഫിൽ മുവത്ത അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല اللهم لا تجعل قبري وثنا يعبد اشتد غضب الله على قوم اتخذوا قبور أنبيائهم مساجدا. ഇമാം മാലിക് ഇബ്നു അനസ് ഇബ്നു മാലിക് ഇബ്നു അബി ആമിർ അൽ അസ്ബഹി മഹാനായ ഇമാമാണ്, പണ്ഡിതനാണ്. അഥവാ 4 മദ്ഹബിലെ ഇമാമുമാരിൽ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ. ഹിജ്റ 179 അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ മുവത്ത. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉദ്ധരിച്ച ഒരു ഹദീസാണ് തെളിവായി ഷെയ്ഖ് ഇവിടെ ഒന്നാമതായി കൊടുക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ് ഇതിൻ്റെ ആദ്യ ഭാഗം. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, അല്ലാഹുവേ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി എൻ്റെ ഖബറിനെ നീ മാറ്റരുതേ. ഖബർ ആരാധിക്കപ്പെട്ടാൽ അത് ബിംബമായി തീരും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ, ഇസ്തദ്ദ ഗളബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപം ശക്തമായിരിക്കുന്നു, കഠിനമായിരിക്കുന്നു, അലാ ഖൗമിൻ, ഒരു സമൂഹത്തിൻ്റെ മേൽ. ഏതാണ് ആ സമൂഹം? എന്താണ് അവർക്കുള്ള പ്രശ്നം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ തങ്ങളുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി മാറ്റി. ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മൾ കാണാതെ പഠിക്കണം. ജാറങ്ങളായ ജാറങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് നാട്ടിൽ നോക്കിയാലും ഏത് കാട്ടിൽ നോക്കിയാലും പൊങ്ങി നിൽക്കുന്ന ജാറങ്ങൾ, ആരാധിക്കപ്പെടുന്ന ജാറങ്ങൾ നമുക്ക് കാണാം. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നവരാണ് അതിൻ്റെ വക്താക്കൾ. ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതന്മാർ പോലും ഖബർ കെട്ടിയുയർത്തുന്നതിനെ ശക്തമായി വിലക്കിയിട്ടുണ്ട് എന്ന്
അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പണ്ഡിതൻ ഇമാം അന്നവവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു എന്ന ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലെ നമ്മൾ തുടക്കത്തിൽ കേട്ട ഹദീസിൻ്റെ ഷറഹ് മുസ്ലിമിൽ അദ്ദേഹം പറഞ്ഞു, ഫീഹി അന്ന സുന്നത, ഈ ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നാൽ അന്നൽ ഖബ്റ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറൻ, ഒരു ഖബർ ഭൂമിയിൽ നിന്നും വല്ലാതെ ഉയർത്തരുത്. വലാ യുസന്നം, അതുപോലെ തന്നെ അതിൻ്റെ അഗ്രം മുകളിലുള്ള ഭാഗം കൂർപ്പിച്ചു വെക്കുകയും ചെയ്യരുത്. ബൽ യുർഫഉ നഹ്വ ശിബ്രിൻ, ഒരു ചാൺ മാത്രമാണ് ഖബർ ഉയർത്തേണ്ടത്. വയുസത്തഹ്, അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ പരത്തി വെക്കുകയും വേണം. ഈ പറഞ്ഞത് വഹാബികൾ ഉണ്ടാക്കിയ നിയമമാണ് എന്നല്ല. ഇമാം അന്നവവി രണ്ടാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വഹാദാ മദ്ഹബു ശാഫിഈ, മുസ്ലിയാക്കന്മാരുടെ തലഭാഗത്ത് കിടന്നുറങ്ങുന്ന കിതാബിലുള്ള വാക്കാണിത്. വഹാദാ മദ്ഹബു ശാഫിഈ, ഇതാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലയുടെ മദ്ഹബ്. വമൻ വാഫഖഹു, അദ്ദേഹത്തോട് യോജിക്കുന്നവരുടെയും. സഹോദരങ്ങളെ, ശാഫിഈ മദ്ഹബ് ഇങ്ങനെയാണ്. അന്ന സുന്നത എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നത്, അവിടുന്ന് പഠിപ്പിച്ചത് ഖബർ അധികം ഉയർത്തരുത്, അതിൻ്റെ മുകൾ ഭാഗം കൂർപ്പിച്ചു വെക്കരുത്, മറിച്ച് ഒരു ചാണ് വരെ ഉയർത്തുകയും മുകൾ ഭാഗം പരത്തി വെക്കുകയുമാണ് വേണ്ടത് എന്നാണ്. ഇതാണ് ശാഫിഈ മദ്ഹബിലെ നിയമം. ഇനിയോ ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്ക് കാണാം, വലം അറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസതൻ, മഹാന്മാരായ സഹാബികൾ, അൻസാറുകൾ, മുഹാജിറുകൾ അവരുടെ ഖബറുകളൊന്നും തന്നെ കുമ്മായമിട്ടതായി ഞാൻ കണ്ടിട്ടില്ല. പല മുസ്ലിയാക്കന്മാരും പറയാറുള്ളത്, പണ്ട് സൗദി അറേബ്യയിൽ ധാരാളം ജാറങ്ങളുണ്ടായിരുന്നു, പല സഹാബികളുടെയും ഖബറുകൾക്ക് മുകളിൽ ഖുബ്ബകൾ ഉണ്ടായിരുന്നു, വഹാബി ഗവൺമെൻറ് വന്നിട്ട് അതൊക്കെ തകർത്തതാണ് എന്നാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഖബറുകൾ കുമ്മായമിട്ടതായി, അതിന്മേൽ എടുപ്പുണ്ടാക്കിയതായി ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ ഉമ്മിൽ സമാനമായ വാക്കുകൾ ഇനിയും പറഞ്ഞതായി നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക് അതേ കിതാബിൽ തന്നെ അൽ ഉമ്മിൽ നമുക്ക് ഇപ്രകാരം കാണാം, വഖദ് റഅയ്തു മിനൽ ഉലാതി മൻ യഹ്ദിമു ബിമക്കത മാ യുബ്നാ ഫീഹ, മക്കയിലെ പൊങ്ങി നിൽക്കുന്ന ഖബറുകൾ, ഖുബ്ബകൾ അവിടെയുള്ള ഭരണാധികാരികൾ തകർക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്, തകർക്കാൻ ഉത്തരവിടുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഫലം അറൽ ഫുഖഹാ യഈബൂന ദാലിക്, അന്ന് ജീവിച്ചിരുന്ന ആ നാട്ടിലുള്ള ഫുഖഹാക്കൾ, ഉലമാക്കൾ ആരും തന്നെ അതിനെ എതിർത്തതായും കണ്ടിട്ടില്ല, അതിനെ എതിർത്തിട്ടില്ല എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തി വച്ചതായി നമുക്ക് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി, വിഗ്രഹമാക്കി നീ മാറ്റല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. എന്താണ് ഉത്തരം? വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, അവിടുത്തെ ഖബർ ഒരാൾക്കും അവിടെ പോയി ആരാധന നടത്താനോ അത് ബിംബമായി തീരാനോ ഉള്ള യാതൊരു കാരണവും അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല, മറിച്ച് 3 മതിലുകൾ കൊണ്ട് അതിനെ അള്ളാഹു റബ്ബുൽ ആലമീൻ സംരക്ഷിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയെന്നാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ജാറങ്ങൾക്ക് തെളിവ് കൊണ്ടുവരുമ്പോൾ സുന്നത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ള തെളിവുകൾ കൊണ്ട് അതിനെ നമ്മൾ തകർക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. വസനൻ യുഅബദ് എന്ന് പറഞ്ഞാൽ, വസനൻ എന്ന് പറഞ്ഞാൽ, വസൻ സനം എന്നത് കഴിഞ്ഞ അധ്യായങ്ങളിൽ വന്ന വാക്കുകളാണ്. സനം എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾരൂപത്തിലുള്ള അങ്ങനെയുള്ള രൂപങ്ങൾക്കാണ് സനം എന്ന് പറയുക. വസൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന കല്ലുകൾ, മരങ്ങൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, മൃഗങ്ങൾ എല്ലാം അതിൽപ്പെട്ടു. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വസനിൽ ഉൾപ്പെട്ടു എന്ന് നമുക്ക് കാണാം. ഈ ഹദീസിലെ ബാക്കിയുള്ള ഭാഗം സഹോദരങ്ങളെ നമ്മെ പേടിപ്പെടുത്തേണ്ട വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ ഖബറുകൾ മസ്ജിദുകളാക്കിയ ആളുകളുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം വർദ്ധിച്ചിരിക്കുന്നു. അമ്പിയാക്കളുടെ ഖബറുകൾ മസ്ജിദുകളാക്കിയ അഥവാ അവിടെ ആരാധനകൾ നടത്തുന്ന ആളുകൾക്ക് മേലെ അള്ളാഹുവിൻ്റെ കോപമുണ്ട് എങ്കിൽ അമ്പിയാക്കളല്ലാത്ത, ഔലിയാക്കന്മാരല്ലാത്ത, ആരാണെന്ന് പോലും അറിയാത്ത ആളുകളുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കിയാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? എന്തായിരിക്കും അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ കടുപ്പം? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് ജാറ വ്യവസായികൾ, അതിൻ്റെ ആളുകൾ തങ്ങളുടെ മദ്ഹബിലെ ഇമാമുമാരുടെ അതല്ലെങ്കിൽ മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ കിതാബുകളെങ്കിലും മറിച്ചു നോക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൻ്റെ ഈ വാക്കിൽ അള്ളാഹുവിൻ്റെ ഗളബിനെ കുറിച്ച് പറഞ്ഞു. ഇസ്തദ്ദ ഗളബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപം എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ കോപം എന്നത് അത് ഹഖീഖത്താണ്, അത് കോപം തന്നെയാണ്. അള്ളാഹുവിന് തൃപ്തിയുള്ളതുപോലെ, അള്ളാഹു സ്നേഹിക്കുമെന്നതുപോലെ ഖുർആനിൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹു തൃപ്തിപ്പെടും, അള്ളാഹു കോപിക്കും, അള്ളാഹു ഇഷ്ടപ്പെടും എന്നെല്ലാം. അള്ളാഹുവിൻ്റെ സിഫത്താണ് അള്ളാഹുവിൻ്റെ കോപം എന്നത്. അത് മനുഷ്യരുടെ അതല്ലെങ്കിൽ സൃഷ്ടികളുടെ കോപം പോലെയല്ല. സൃഷ്ടികളുമായി അതിന് യാതൊരു ബന്ധവുമില്ല, മറിച്ച് അള്ളാഹുവിന് യോജിച്ച രൂപത്തിലുള്ള കോപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് പറയുന്നു, വലിബ്നു ജരീരിൻ ബിസനദിഹി അൻ സുഫിയാന അൻ മൻസൂരിൻ അൻ മുജാഹിദ് അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ സൂറത്തുൻ നജ്ം ഖാല കാന യലുത്തു ലഹുമുസ് സവീഖ ഫമാത ഫഅകഫു അലാ ഖബ്രിഹി. ഇമാം ഇബ്നു ജരീർ അത്തബരി മഹാനായ മുഫസ്സിറാണ്, അഥവാ വളരെ പൗരാണികനാണ് അദ്ദേഹം. ആദ്യകാലത്ത് രചിക്കപ്പെട്ട തഫ്സീറാണ് തഫ്സീറു തബരി എന്ന പേരിൽ അറിയപ്പെടുന്ന തഫ്സീർ. അത് മഹാനായ ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ല അദ്ദേഹമാണ് അതിൻ്റെ ഗ്രന്ഥകർത്താവ്. ഹിജ്റ 310 അദ്ദേഹം മരണപ്പെട്ടത്. മുഹമ്മദ് ഇബ്നു ജരീർ ഇബ്നു യസീദ് അത്തബരി. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വന്ന ഒരു പ്രയോഗം അൻ സുഫിയാൻ, സുഫിയാൻ ഇബ്നു ഉയൈനയാണോ അസ്സൗരിയാണോ എന്നതിൽ ചർച്ചയുണ്ട്. സുഫിയാൻ അസ്സൗരിയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അൻ മൻസൂർ, മൻസൂർ ഇബ്നുൽ മുഅ്തമിർ. അൻ മുജാഹിദ്, മുജാഹിദ് ഇബ്നു ജബ്ർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയുണ്ടായി, ഖുർആനിൽ നിന്നും കേൾപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഫമാ തജാവസ്തു ആയതൻ ഇല്ലാ വഖഫ്തു ഇൻദഹാ അസ്അലുഹു അൻ തഫ്സീരിഹാ. ഓരോ ആയത്ത് കടന്നു പോകുമ്പോഴും അവിടെ അതിൻ്റെ തഫ്സീർ ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായി. അത്രയും തഫ്സീറിൽ കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് ചുരുക്കം. മുജാഹിദ് ഇബ്നു ജബ്ർ റഹിമഹുല്ല. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ഈ ആയത്ത് മുമ്പേ നമ്മൾ മനസ്സിലാക്കിയതാണ്. കല്ലും മരവും ആരാധിക്കപ്പെടുന്നതുമായി അതിൽ നിന്നും ബറക്കത്ത് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക്
പറഞ്ഞു തരിക, അറിയിച്ചു തരിക. ഈ ആയത്തിൽ വന്ന ലാത്ത, ഉസ്സ നമ്മൾ പറഞ്ഞിരുന്നു. ആരാണ് ലാത്ത? ഇബ്നു ജരീർ റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഖാല കാന യലുത്തു ലഹുമുസ് സവീഖ. ലാത്ത അദ്ദേഹം മക്കയിൽ ഹജ്ജിനു വരുന്ന ഹാജിമാർക്ക് സവീഖ് എന്ന ഒരു പായസം അത് ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അഥവാ മക്കയിലേക്ക് ഹജ്ജിനു വരുന്ന ഹാജിമാർക്ക് അദ്ദേഹം സവീഖ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്തിരുന്ന നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. വലിയ ഉദാരതയുള്ള ഒരാളായിരുന്നു. ഫമാത അദ്ദേഹം മരണപ്പെട്ടു. ഫഅഖഫു അലാ ഖബ്രിഹി അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഖബറിനരികിൽ ആളുകൾ ഭജനമിരിക്കുവാൻ തുടങ്ങി. എന്തിനാണ് ഈ തഫ്സീർ, ഈ ആയത്ത് ഇവിടെ ഉദ്ധരിച്ചത്? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് ആരാധിക്കപ്പെട്ടിരുന്ന, അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു ലാത്ത. ലാത്ത ആരാണ്? ഹജറും ഷജറുമല്ല, കല്ലും മരവുമല്ല ലാത്ത, മറിച്ച് ലാത്ത ഒരു മനുഷ്യനായിരുന്നു. ലാത്ത സാലിഹായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉദാരത, അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മം പ്രത്യേകം തഫ്സീറുകളിൽ പരാമർശം വന്നു. അദ്ദേഹം ഹാജിമാർക്ക് സവീഖ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഖബർ ആളുകൾ ആരാധനാ കേന്ദ്രമാക്കി. അങ്ങനെയാണ് അദ്ദേഹം ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയത്. ഇത് സഹോദരങ്ങളെ ഷെയ്ഖ് കൊടുത്ത തലക്കെട്ട് അതിന് യോജിച്ച കാര്യമാണ്. കാരണം സാലിഹീങ്ങളുടെ ഖബർ, അതിനോടുള്ള അതിര് കവിഞ്ഞ സമീപനം പിന്നീട് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ബിംബമായി, വിഗ്രഹമായി അത് മാറുകയുണ്ടായി. ഇങ്ങനെയാണ് എല്ലാ ഖബറും ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി മാറിയത്. നമ്മുടെ നാട്ടിലുള്ള ഖബറുകളും അങ്ങനെ തന്നെയാണ്. കുറേ കാലം അങ്ങനെ കഴിഞ്ഞു പോകും. പെട്ടെന്നാണ് ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് തോന്നുക അവിടെ നല്ല കച്ചവടത്തിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് പിന്നീട് അവിടെ ഒരു മഹാനുണ്ട്, ഒരു മഹാൻ കിടന്നുറങ്ങുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ഇനി ഹൈവേ ആണെങ്കിൽ, റോഡാണെങ്കിൽ അവിടെ ഒന്നോ രണ്ടോ അപകടമുണ്ടായാൽ ഈ പറഞ്ഞ പുരോഹിതന്മാർ വന്നുകൊണ്ട് പറയും അവിടെ ഒരു മഹാൻ കിടന്നുറങ്ങുന്നുണ്ട്, ആരും പരിഗണിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കോപം കാരണത്താലാണ് അപകടം ഉണ്ടാവുന്നത്. നമ്മുടെ സമീപ പ്രദേശമായ കുഞ്ഞിപ്പള്ളിയെക്കുറിച്ച് അങ്ങനെ പറയപ്പെടാറുണ്ട് എന്നാണ് കേട്ടത്. വല്ലാഹു അഅലം. എന്നിട്ട് അവിടെയുള്ള അപകടങ്ങൾ ഇന്നേ വരെ കുറഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഏതായിരുന്നാലും ഇങ്ങനെയാണ് പിശാചിൻ്റെ ഉൾവിളി ഈ ആളുകൾക്ക് വരിക. അത് പിന്നീട് ഇനി ഖബറൊന്നുമില്ലെങ്കിലും അവിടെ ഒരു ഖബർ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് പിന്നെ അതിൽ എടുപ്പുണ്ടാക്കി, കുമ്മായമടിച്ചു, വലിയ കെട്ടിടമുണ്ടാക്കി, തൊട്ടടുത്ത് അതിന് സമാനമായ കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് പിന്നീട് അത് വലിയ ആരാധനാ കേന്ദ്രമായി മാറും. ഇന്നും നമുക്ക് കാണാം, വാഹനത്തിൽ പോകുന്ന ആളുകൾ പൈസ എറിഞ്ഞു കൊടുക്കാൻ, അത് കുനിഞ്ഞെടുക്കാൻ പ്രയാസമുള്ള പ്രായമുള്ള സാധുക്കൾ, വിവരമില്ലാത്ത ആളുകൾ കാന്തം വെച്ച ഒരു വടിയാണ്, അതുകൊണ്ട് എടുക്കലാണ്. സഹോദരങ്ങളെ ചോദിക്കട്ടെ, എന്തിനാണ്, ആർക്കാണ് ഈ പൈസ? അവിടെ കിടക്കുന്ന മഹാനാണ് എന്ന് പറയുന്ന വ്യക്തിക്കാണോ ഈ പൈസ? ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. എല്ലാ ഖബറും ഇങ്ങനെയാണ്, എല്ലാ ജാറങ്ങളും അതിൻ്റെയൊക്കെ ഉത്ഭവം ഇതുപോലെയാണ്. ഒന്നല്ലെങ്കിൽ സാലിഹായ മനുഷ്യനായിരിക്കും. ഖബറിൽ നിന്നാണ് തുടക്കം. ഇത്തരം ഖബറിനരികിൽ ആളുകൾ വന്നിരുന്ന് അവിടെ വെച്ച് പിന്നീട് നിസ്കാരവും ദിക്റും സ്വലാത്തും ഖുർആൻ പാരായണവും അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുകയും അത് പിന്നീട് വലിയ ആരാധനാ കേന്ദ്രമായി മാറുകയും ചെയ്യും എന്നതാണ് വസ്തുത. ലാത്ത അദ്ദേഹം കല്ലോ മരമോ അല്ല, മറിച്ച് അദ്ദേഹം സ്വാലിഹായ വ്യക്തിയായിരുന്നു എന്നതിന് ഈ തഫ്സീർ തെളിവാണ്. അദ്ദേഹം ആരാധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പരാമർശിച്ചത്, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത الثالثة الأخرى. നമ്മൾ ഈ ആയത്തുകൾ മുമ്പേ കേട്ടതാണ്.
ലാത്തയെയും മനാത്തയെയും കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദർഭത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു. അത് പരാമർശിക്കുന്ന ആയത്തുകളുടെ കൂടെയാണ് അള്ളാഹു ഈ ചോദ്യം ചോദിച്ചത്. ആ അത്ഭുതങ്ങൾക്ക് മുന്നിൽ ലാത്തയും ഉസ്സയും മൂന്നാമനായ മറ്റേ മനാത്തയും എന്താണ് അവരെക്കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ പഠിച്ചു വെക്കേണ്ട ഹദീസും ആയത്തും തഫ്സീറുമാണ്. വകദാ ഖാല അബുൽ ജൗസാഇ അൻ ഇബ്നു അബ്ബാസ്, അബുൽ ജൗസാ അദ്ദേഹം ഉദ്ധരിക്കുന്നു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന തഫ്സീറാണിത്. അദ്ദേഹം ലാത്തയെക്കുറിച്ച് പറയുന്നു, കാന യലുത്തു സവീഖ ലിൽ ഹാജി, ലാത്ത ഹാജിമാർക്ക് സവീഖ് ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയായിരുന്നു, അഥവാ നല്ല മനുഷ്യനായിരുന്നു. സവീഖ് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. മാംസവും ഗോതമ്പും ബാർലിയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, തേനും പോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു മധുര പായസമായിരുന്നു. അത് ഹാജിമാർക്കുണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പം നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിലുള്ള അതിര് കവിച്ചിലാണ് പിന്നീട് മക്കയിലുള്ള ആളുകൾ അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങിയത്, അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, അദ്ദേഹം അവരുടെ അടുക്കൽ ഇലാഹായി മാറിയത് എന്ന് ഈ തഫ്സീറിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ തലക്കെട്ട് നമ്മൾ ഓർമ്മിക്കുക. സ്വാലിഹീങ്ങളുടെ ഖബറുകളോടുള്ള അവരോടുള്ള അതിര് കവിഞ്ഞ സമീപനമാണ് പിന്നീട് അവർ ആരാധിക്കപ്പെടാനുള്ള കാരണമായി തീർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അടുത്ത ഹദീസ് ഉദ്ധരിക്കുന്നു. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തിൽ ഖുബൂരി വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ വസ്സുറുജ, റവാഹു അഹ്ലുസ് സുനൻ. ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. എന്താണ് ലഅൻ എന്ന് പറഞ്ഞാൽ? ശാപം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആർക്കെതിരെ? സായിറാത്തിൽ ഖുബൂരി, ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ, വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ വസ്സുറുജ, ഖബറുകൾ എടുപ്പുണ്ടാക്കി അത് മസ്ജിദ് ആക്കുന്ന ആളുകളെയും ആ ഖബറിന്മേൽ വിളക്ക് കൊളുത്തുന്ന ആളുകളെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. ഈ ഹദീസും നമ്മുടെ നാട്ടിലെ ആളുകളുടെ പ്രവർത്തനവും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു. അഥവാ സഹോദരങ്ങളെ, സ്ത്രീകൾ ഖബർ സിയാറത്ത് ചെയ്യൽ അവർക്ക് അനുവദനീയമല്ല. മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യാൻ കൽപ്പിച്ചത് പുരുഷന്മാരോടാണ്. സ്ത്രീകൾക്ക് പല കാരണങ്ങളാൽ അത് സാധിക്കുകയില്ല, അത് പാടില്ല എന്നതാണ് പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നത്. വേറെ റിവായത്തിൽ നമുക്ക് കാണാം, സവ്വാറാത്തിൽ ഖുബൂർ, ധാരാളമായി ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. ജാറങ്ങളായ ജാറങ്ങൾ മുഴുവനും നോക്കിയാൽ സഹോദരങ്ങളെ, പർദ്ദയിട്ട ഉമ്മമാരും സഹോദരിമാരുമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി തട്ടിച്ചു നോക്കിയാൽ എന്താണ് അവരുടെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് പറയുക, എന്നിട്ട് പുരോഹിതന്മാർ സിയാറത്ത് ടൂർ എന്ന പേരിൽ ഉമ്മമാരെയും സഹോദരിമാരെയും കൂട്ടിക്കൊണ്ടുപോവുക. മംഗലാപുരത്തുണ്ട്, കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, മലപ്പുറത്തുണ്ട്, പാലക്കാടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ തമിഴ്നാട്ടിലേക്കാണ്.
ഏർവാടി, നാഗൂർ, മുത്തുപ്പേട്ട, അങ്ങനെ പോകും ഉത്തരേന്ത്യയിലേക്ക് അജ്മീർ വരെ. സിയാറത്ത് ടൂർ എന്ന പേരിൽ കൊണ്ടുപോകുന്നത് ആരെയാണ്? പുരുഷന്മാരെ മാത്രമാണോ? അല്ല, സ്ത്രീകളെയും കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയാണ്, ശപിച്ചിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത്. ഇനി സിയാറത്ത് എന്നത് സഹോദരങ്ങളെ ടൂറടിക്കാനുള്ള സ്ഥലമാണോ? ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞത് ഇങ്ങനെ ടൂറ് പോകാനുള്ള സ്ഥലമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഖബർ സിയാറത്ത് പഠിപ്പിച്ചത്? ഖബർ സിയാറത്ത് 3 രൂപത്തിലാണ്. ഒന്ന് സുന്നത്തായ ഖബർ സിയാറത്ത്. ഖബർ സിയാറത്ത് ഇസ്ലാമിലുണ്ട്, സുന്നത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖബർ സിയാറത്തിന് നമ്മൾ ആരും എതിരല്ല, മറിച്ചത് സുന്നത്താണ്. ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിനാണ് സുന്നത്തായ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ? ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അഥവാ ഖബറാളിക്ക് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിൻ്റെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ, അദ്ദേഹത്തിന് സ്വർഗം നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. അതുപോലെ നമുക്ക് പരലോക ചിന്തയുണ്ടാവാൻ. ഇതാണ് സുന്നത്തായ ഖബർ സിയാറത്ത്. എന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഉള്ളാളം മുതൽ അങ്ങോട്ട് പോകുന്ന ജാറങ്ങൾ, അവിടെ ആളുകൾ പോകുന്നത് അവിടെ കിടക്കുന്ന മഹാൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തെ അള്ളാഹു സ്വർഗത്തിലാക്കട്ടെ എന്ന് പറയാനാണോ? ഈ ഉറൂസിൻ്റെയും അതുപോലെ സിയാറത്ത് ടൂറിൻ്റെയും പോസ്റ്ററുകൾ നോക്കിയാൽ നമുക്ക് കാണാം ആഗ്രഹ സഫലീകരണം, ജോലി, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ, പ്രയാസങ്ങൾ നീങ്ങാൻ. ഇനി ഈ ജാറങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാട്ടുകൾ, കവിതകളിൽ എന്താണുള്ളത്? അവരെടുത്ത് പോയാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സിയാറത്താണോ? നമ്മൾ ചിന്തിച്ചു നോക്കുക. രണ്ടാമത്തെ ഖബർ സിയാറത്തിൻ്റെ ഇനം ബിദ്അത്തായ ഖബർ സിയാറത്താണ്. അതെന്താണ്? ഖബറിൻ്റെ അരികിൽ വന്നുകൊണ്ട് പ്രാർത്ഥനയും നിസ്കാരവും ഖുർആൻ പാരായണവും ചെയ്യുക എന്ന കാര്യം, അത് ബിദ്അത്തായ ഖബർ സിയാറത്താണ്. ഒരാൾ ഖബറിൻ്റെ അരികിൽ പോയി ഖബറാളിയോട് ദുആ ചെയ്തില്ല, മറിച്ച് അവിടെ വെച്ച് പല ഇബാദത്തുകളും ചെയ്യുകയാണ്. അത് ബിദ്അത്തായ കാര്യമാണ്. മൂന്നാമത്തെ ഖബർ സിയാറത്തിൻ്റെ ഇനമെന്ന് പറഞ്ഞാൽ ഷിർക്കായ ഖബർ സിയാറത്താണ്. എന്താണത്? ഖബറാളിയോട് വിളിച്ചു തേടുക, അവരോട് സങ്കടം പറയുക, അവരോട് ഇസ്തിഗാസ ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇബാദത്തുകൾ വകവെച്ചു കൊടുക്കുക എന്നത് ഷിർക്കായ ഖബർ സിയാറത്താണ്. ഈ പറഞ്ഞ 2ഉം 3ഉമാണ് ഇവിടെ സംഭവിക്കുന്നത്. 2ഉം 3ഉമാണ് ഇവിടെ വലിയൊരു വിഭാഗത്തിൻ്റെ അരികിൽ ഉള്ള ഖബർ സിയാറത്ത്. അതിൽ മൂന്നാമത് പറഞ്ഞതാണ് കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവിടുന്നാണ് നമ്മൾക്ക് ഇങ്ങോട്ട് പോകുന്നത്. നമ്മളാരും ജാറങ്ങളിലോ ഈ പറഞ്ഞ ഖബറിനരികിലോ പോയി അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞതായി നമുക്കറിയില്ല. മറിച്ച് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ പ്രശ്നങ്ങൾ അത് പറയാനാണ് പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിലേക്ക് നാട്ടിലുള്ള കൊച്ചു കൊച്ചു മുസ്ലിയാക്കന്മാർ പറഞ്ഞേക്കാറുള്ളത്. അവിടെ പോയി പറഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും എന്ന് പറയും. ആത്മീയ ചൂഷണം. എന്തെങ്കിലും പ്രയാസം പിടിപെട്ട് ഗൾഫിൽ നിന്ന് വന്ന മനുഷ്യനെ പറഞ്ഞേക്കും, അവിടെ പോയി പറഞ്ഞാൽ മതി, ഒക്കെ ശരിയാവും എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖബർ സിയാറത്ത് നമ്മൾ തിരിച്ചറിയുക. എന്തിനാണത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യുന്ന, ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അതോടൊപ്പം ചേർത്തു പറഞ്ഞ 2 വിഭാഗമുണ്ട്. വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ്, ഖബർ മസ്ജിദാക്കുന്ന ആളുകളെയും. എന്താണ് ഖബർ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒന്നല്ലെങ്കിൽ ഖബറിനരികിൽ വന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതല്ലെങ്കിൽ ഖബറിനരികിൽ വന്ന് ഖബറാളിയെ ഇബാദത്ത് ചെയ്യുക. ഈ പറഞ്ഞതെല്ലാം ഖബർ മസ്ജിദാക്കലാണ്. ഖബർ മസ്ജിദാക്കലാണ്. അതുപോലെ ഖബർ എടുപ്പുണ്ടാക്കുക, കുമ്മായമടിക്കുക പോലെയുള്ള കാര്യങ്ങളെല്ലാം ഖബർ മസ്ജിദാക്കലിൽ പെടും. വസ്സുറുജ, ഖബറിൻ്റെ അരികിൽ, ഖബറിന്മേൽ വിളക്ക് കൊളുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെ ശപിച്ചിരിക്കുന്നു. പഴയ ജാറങ്ങളിൽ നമുക്ക് കാണാം, അവിടെ നിലവിളക്കുണ്ടാവും. ചോദിച്ചാൽ ഈ ആളുകൾ പറയാറുള്ള ന്യായം എന്താണ്? പണ്ട് കാലത്ത് വിളക്കും ട്യൂബും ലൈറ്റും ഒന്നും ഇല്ലായിരുന്നല്ലോ.
ആ പണ്ട് കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായപ്പോൾ ഇത് മാറ്റിയോ? ഇല്ല. ഉണ്ടായപ്പോൾ അത് മാറ്റിയില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? വെളിച്ചം കിട്ടാൻ വെച്ചതല്ല. പിന്നെയോ ആ നിലവിളക്കിന് ചുറ്റും എണ്ണ നമുക്ക് കാണാം. സാധുക്കളായ ആളുകൾ പോയി അത് തലയിലും മൂക്കിലും നാക്കിലും ഒക്കെ പുരട്ടും. പറ്റുവാണെങ്കിൽ ഒരു കുപ്പിയിലെടുത്ത് കൊണ്ടുവരും. ഇനി ചില സ്ഥലങ്ങളിൽ പുറത്ത് അതിൻ്റെ മുകളിലാണ് ഊതുവത്തിയും അതുപോലെയുള്ള കാര്യങ്ങളും കത്തിച്ചു വെക്കുക. ഇത്തരം ആളുകളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാണ്. ഇനി ആധുനിക കാലഘട്ടത്തിൽ ജാറങ്ങൾ നമുക്ക് കാണാം നസാറാക്കളുടെ കനീസ പോലെ ഡെക്കറേഷൻ ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് മൗലിദിൻ്റെ മാസങ്ങളിൽ നമുക്ക് കാണാം ഒരു മാസക്കാലം മുഴുവനും വിളക്കായിരിക്കും. ഇതിങ്ങനെ അലങ്കരിക്കുക എന്നത് ജൂത നസാറാക്കളുടെ സമ്പ്രദായമാണ്. മസ്ജിദുകളാക്കുക, അതിനെ അലങ്കരിക്കുക, അവിടെ വിളക്ക് കൊളുത്തുക എന്നതെല്ലാം ജൂത നസാറാക്കളുടെ സമ്പ്രദായമാണ്. അത്തരം ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. സഹോദരങ്ങൾ, ഈ പറഞ്ഞ ഹദീസുകളെല്ലാം, ഈ പറഞ്ഞ തെളിവുകളെല്ലാം നമ്മളൊന്ന് വെച്ച് നോക്കൂ. എന്താണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഷിർക്കിൻ്റെ ഇതുപോലെയുള്ള മുഖങ്ങൾ, അതിനെ എതിർക്കുന്ന ആളുകൾ ബിദ്അത്തുകാർ. അവരോട് സലാം പറയാൻ പാടില്ല, രോഗം വന്നാൽ അവരെ സന്ദർശിക്കാൻ പാടില്ല, അവരുടെ കുട്ടികളെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇത്തരം ആളുകൾ കല്യാണം കഴിക്കാതിരിക്കലാണ് നല്ലത്, ഇതുപോലെ വരാതിരിക്കലാണ് നല്ലത്. കാരണം എന്താണ്? അവിടെ വന്ന് മൊയ്തീൻ ശൈഖിനല്ല വിളിക്കുക, തൗഹീദുള്ള ആളുകൾ വന്നാൽ മതി. പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇങ്ങനെ സുന്നത്തിൽ വ്യക്തമായ തെളിവുകളുള്ള, വ്യക്തമായി സുന്നത്തിൽ കിതാബിൽ പ്രമാണങ്ങളുള്ള കാര്യങ്ങൾ, അള്ളാഹുവും അവൻ്റെ റസൂലും വിലക്കിയ കാര്യങ്ങൾ, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർ പുത്തൻവാദികൾ. എന്നാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ കുത്തക അവകാശപ്പെടുന്ന ആളുകൾക്ക് സുന്നത്തിലും ജമാഅത്തിലും യാതൊരു അടിസ്ഥാനവുമില്ല, മദ്ഹബിൻ്റെ ഇമാമിയങ്ങളുടെ കിതാബുകളിലുമില്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ നമ്മൾ കേട്ടു. രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം അന്നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശർഹ് മുസ്ലിം, അതിലുള്ള വാക്കുകളും നമ്മൾ കേട്ടു. ശാഫിഈ ഫിഖ്ഹിൽ അരിച്ചു പെറുക്കിയാലും ഖബർ കെട്ടിയുയർത്താനോ ഖബർ മസ്ജിദാക്കാനോ അവിടെ വിളക്കൊളുത്താനോ ഒരു തെളിവും പ്രമാണവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ കിതാബിലോ സുന്നത്തിലോ ജമാഅത്തിലോ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളുടെ കിതാബുകളിലോ യാതൊരു തെളിവും ഈ പറഞ്ഞ ജാറങ്ങൾക്കില്ല. അത് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ബിംബമാണ്, വിഗ്രഹമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച കാര്യമാണ്, അള്ളാഹുവെ ഇത്തരം ദുരവസ്ഥയിൽ എൻ്റെ ഖബർ നീ ആക്കി തീർക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ വാക്ക് നമ്മൾ കേട്ടു. ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. 3 മതിലുകൾ കൊണ്ട് അവിടുത്തെ ഖബർ അള്ളാഹു സംരക്ഷിച്ചു. ഇന്നും മദീനയിൽ പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കാണാൻ സാധിക്കുകയില്ല. ലോകത്തെ ഏറ്റവും വലിയ ആഘോഷ കേന്ദ്രമാക്കാൻ അർഹതപ്പെട്ട ഖബർ ആരുടേതാണ്? ഏറ്റവും വലിയ തങ്ങളാരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അത് കഴിഞ്ഞാൽ അവിടെ ജീവിച്ച സഹാബികൾ, ഔലിയാക്കന്മാർ, അവരാണ്. അവരുടെ ഖബറുകൾ ഇതുപോലെയുള്ള ഉത്സവ കേന്ദ്രമാകുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പുറത്തേക്ക് കാണുന്നില്ല. ഇതുപോലെ യാതൊരു പ്രവൃത്തിയും നമ്മൾ കാണുന്നില്ല. സൗദി അറേബ്യ വന്നതുകൊണ്ടല്ല, കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാ പറഞ്ഞില്ലേ, അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുമ്മായമിട്ടിരുന്നില്ല, സാധാരണ ഇന്ന് കാണുന്നത് പോലെയാണ്. ആലു സഊദും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും റഹിമഹും അല്ലാ അവർ വന്നുകൊണ്ട് കിതാബിലും സുന്നത്തിലും ഉള്ളത് നടപ്പിലാക്കിയെന്ന് മാത്രം. അതിനിടയിൽ ചില ഖുറാഫികൾ വന്നുകൊണ്ട് പല ജാറങ്ങളും കുബ്ബകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് അവർ ചെയ്തത്. അള്ളാഹു ആ നാടിനെ തൗഹീദിൻ്റെ നാടായി
ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാവട്ടെ. അഭിമാനമാണ് സഹോദരങ്ങളെ തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഇതുപോലെയുള്ള ജാറങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മൾ പഠിച്ചത്? റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് കേൾക്കാത്ത, മുണ്ടാത്ത, കാണാത്ത ഇതുപോലെയുള്ള കുമ്മായങ്ങൾക്ക്, അതുപോലെയുള്ള എടുപ്പുകൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര മോശമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഖബറുകൾ, സാലിഹീങ്ങളുടെ ഖബറുകൾ അത് പിന്നീട് ആരാധിക്കപ്പെടുന്ന ബിംബമായിരിക്കുന്നു, വിഗ്രഹമായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അള്ളാഹു സംരക്ഷിച്ചു. അവിടെ ഇന്നും പോയാൽ നമ്മൾ കാണുക ഒരു ദ്വാരമാണ്. 3 ദ്വാരങ്ങൾ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും പറഞ്ഞ് വേഗം സലങ്കാലേക്കുള്ള. ആരെങ്കിലും അവിടെ നിന്ന് മൗലൂദയ്ക്ക് ദുആ ചെയ്യുകയോ ചെയ്യുന്നതിൽ കിതാബോ സുന്നത്തോ ഇമാമിങ്ങളോ ഉത്തരവാദികളല്ല. അത് അവരുടെ പ്രശ്നമാണ്. അവിടെയുള്ള ആളുകൾ കണ്ടാൽ, ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തിരുത്തുകയും ചെയ്യും. പല മുസ്ലിയാക്കന്മാരും പറയാറുള്ളത്, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കാണിച്ചു തരാമെന്നാണ്. എവിടെയാണ് ഖബറുള്ളത്? അതിലൂടെ നോക്കിയാൽ ഒരു പച്ച വിരിയാണ് കാണുക. പിന്നീട് പണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ പല ചിത്രങ്ങളും ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന് പറഞ്ഞ് ഇന്നും വിൽപ്പന നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പറഞ്ഞു വന്നത്, ഇത്തരം ഖബറുകൾ അതിൻ്റെ പേരിലുള്ള അതിരുകവിച്ചലാണ് ജനങ്ങളെ ഷിർക്കിലേക്ക്, കുഫറിലേക്ക് എത്തിച്ചത് എന്ന് നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെയും ഈ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഈ അധ്യായത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള മസ്അലകൾ പറയുന്നു. അൽ ഊല, ഒന്നാമത്തേത് തഫ്സീറുൽ ഔസാൻ. ഔസാൻ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ. അൽ ഔസാൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ. നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ, ബിംബങ്ങളാവട്ടെ, വിഗ്രഹങ്ങളാവട്ടെ, ഖബറുകളാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, എല്ലാം വസനിൽ ഉൾപ്പെടും. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം വസനാണ്. ഖബർ വസനാവുക എപ്പോഴാണ്? അത് ആരാധിക്കപ്പെട്ടാലാണ്. എങ്ങനെയാണ് ആരാധിക്കപ്പെടുക? അവിടെ വന്ന് ആ ഖബറാളിയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അവിടെ നേർച്ച സമർപ്പിച്ചാൽ, അവിടെ വന്ന് ഇബാദത്തുകൾ ചെയ്താൽ, ആ ഖബറാളിയെ ആരാധിച്ചാൽ അത് വസനായി തീരും. അസാനിയത്തു, രണ്ടാമത്തേത് തഫ്സീറുൽ ഇബാദ, ഇബാദത്തിൻ്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ, ബിംബമാക്കല്ലേ. ഇബാദത്ത് എന്താണ്? ആ ഖബറിനരികിൽ വന്ന് ആരാധനകൾ, ആ ഖബറാളിയെ ആരാധിക്കുക എന്നത് ആ ഖബറാളിക്കുള്ള ആരാധനയാണ്, ഇബാദത്താണ്. അങ്ങേയറ്റത്തെ വിനയത്തോടെ, താഴ്മയോടെ വിളിച്ചു പ്രാർത്ഥിക്കുക, സങ്കടം പറയുക, കരയുക, കാര്യങ്ങൾ അർപ്പിക്കുക, ഇതൊക്കെ ഇബാദത്താണ്. അത് ഖബറാളിക്ക് നൽകിയാൽ അത് അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാണ്. അസാലിസത്തു, മൂന്നാമത്തെ മസ്അല, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസ്തഇദ് ഇല്ലാ മിമ്മാ യുഖാഫു വുഖൂഉഹു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുകയില്ല സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന കാര്യത്തെ തൊട്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു, എൻ്റെ ഖബർ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ. അത് സംഭവിക്കും എന്ന് അവിടുത്തേക്ക് അറിയാമായിരുന്നു. കാരണം ഖബറിൽ നിന്നാണ് ഷിർക്ക് ഉത്ഭവിച്ചത് എന്നതാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് സുന്നത്ത് ജമാഅത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഖബർ ബഹുമാനിക്കണം, ഖബറാളിയെ ആദരിക്കണം, അവിടെ ജാറം മൂടണം, അത് കെട്ടിപ്പടുക്കണം എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആയിരിക്കുകയില്ല പറയുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അറാബിഅതു, നാലാമത്തെ മസ്അല, ഖർനുഹു ബിഹാദാ ഇത്തിഖാദ ഖുബൂരിൽ അംബിയാഇ മസാജിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വന്തം കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതോടൊപ്പം അംബിയാക്കളുടെ ഖബറുകൾ മസ്ജിദുകളാക്കിയ ആളുകളുടെ കാര്യവും അവിടുന്ന് ചേർത്ത് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അംബിയാക്കളുടെ ഖബറുകൾ ഒരു നിലക്കും കെട്ടിപ്പടുക്കാൻ, ആരാധന കേന്ദ്രമാക്കാൻ പാടില്ല. എങ്കിൽ പിന്നെ അതിന് താഴെയുള്ള ആളുകളുടേത് എന്തായാലും പാടില്ല എന്നതാണ് നിയമം. അൽ ഖാമിസതു,
അഞ്ചാമത്തെ മസ്അല ദിക്റു ശിദ്ദത്തിൽ ഗളബി മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ശക്തമായ കഠിനമായ കോപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ജാറത്തിൻ്റെ ആളുകൾ, ഈ ജാറത്തിൻ്റെ വ്യവസായികൾ, അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം അതികഠിനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അസ്സാദിസത്തു, ആറാമത്തെ മസ്അല വഹിയ മിൻ അഹമ്മിഹ, ഇത് വളരെ പ്രധാനപ്പെട്ട മസ്അലയാണ്. എന്താണത്? മഅരിഫത്തു സിഫത്തി ഇബാദത്തില്ലാത്തില്ലതി ഹിയ മിൻ അക്ബരിൽ ഔസാൻ. ലാത്ത എന്ന വിഗ്രഹം, ബിംബം, അത് ആരാധിക്കപ്പെട്ട കാര്യം. കാരണം ലാത്തയായിരുന്നു മക്കയിലെ വലിയ വിഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അവർ ആരാധിച്ചു പോന്ന പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ലാത്ത. എങ്ങനെയാണ് ലാത്ത ആരാധിക്കപ്പെട്ടത്? അതിൻ്റെ രൂപം നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ്? ലാത്ത മഹാനായിരുന്നു, നല്ല വ്യക്തിയായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറിനരികിൽ വന്ന് ആളുകൾ ഭജനമിരുന്നു, അവിടെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. പിന്നീട് അദ്ദേഹം ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി മാറി. അപ്പോൾ ഇന്നും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അസ്സാബിഅതു, ഏഴാമത്തെ മസ്അല മഅരിഫത്തു അന്നഹു ഖബ്റു റജുലിൻ സാലിഹിൻ. ലാത്ത എന്നത് സാലിഹായ ഒരു മനുഷ്യൻ്റെ ഖബറായിരുന്നു. അതിനെയാണ് ലാത്ത എന്ന് അവർ പേരിട്ട് വിളിച്ചത്. അഥവാ ലാത്തയെ, ആ ഖബറിനെ വിളിക്കപ്പെട്ട പേര് ലാത്ത എന്നായിരുന്നു. ഇന്നും നമുക്ക് കാണാം ഉള്ളാളത്തെ ജാറം, സയ്യിദ് മദീനയുടെ ജാറം, അതുപോലെയുള്ള ജാറങ്ങൾക്ക് പേരുകൾ വിളിക്കാറുള്ളത് ആ വ്യക്തിയുടെ പേരാണ്. അപ്പോൾ ലാത്ത എന്നത് കല്ലും മരവുമല്ല, മറിച്ച് സാലിഹായ മനുഷ്യൻ്റെ ഖബറായിരുന്നു എന്ന് തിരിച്ചറിയുക. അസാമിന, എട്ടാമത്തത് അന്നഹു ഇസ്മു സാഹിബിൽ ഖബ്രി വദിക്റു മഅന തസ്മിയ. ലാത്ത എന്നത് തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ ആ ഖബറിലുള്ള ആളുടെ പേരാണ്. അത് പിന്നീട് എന്തായി? ആ ഖബറിനെ, ആ ബിംബത്തെ, ആ വിഗ്രഹത്തെ അറിയപ്പെടുന്ന രൂപത്തിലേക്ക് അത് മാറി. നേരത്തെ പറഞ്ഞതുപോലെ. അത്താസിഅതു, ഒൻപതാമത്തെ മസ്അല ലഅനുഹു സവ്വാറാത്തിൽ ഖുബൂരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്തു ചെയ്യുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു. അൽ ആശിറ, പത്താമത്തെ മസ്അല ലഅനുഹു മൻ അസ്റജഹ. ഖബറിൻ്റെ മുകളിൽ, ഖബറിനരികിൽ വിളക്ക് കൊളുത്തുന്ന, അത് അലങ്കരിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത്രയും മസ്അലകൾ ഷെയ്ഖ് റഹിമഹുല്ല ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല കിതാബ് തൗഹീദിൻ്റെ ഷർഹിൽ അദ്ദേഹം പറഞ്ഞു, ഒരു മസ്അല അവിടെ സാന്ദർഭികമായി ഉണർത്തേണ്ടതുണ്ട്. അൽ മർഅതു ഇദാ ദഹബത് ലിറൗളതി ഫിൽ മസ്ജിദി നബവി ലിതുസല്ലി ഫീഹാ വൽ ഖബ്റു ഖരീബുൻ മിൻഹാ ഫതഖിഫു വതുസല്ലിം വലാ മാനിഅ ഫീഹി. ഒരു സ്ത്രീ മസ്ജിദുൻ നബവിയിൽ റൗളയിൽ ചെന്ന് നിസ്കരിക്കുകയും അതിൻ്റെ തൊട്ടടുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന കാരണത്താൽ അവിടെ നിന്ന് സലാം പറയുകയും ചെയ്യുന്നതിൽ വിരോധമില്ല. അതിൽ വിരോധമില്ല, അത് ഈ പരിധിയിൽ വരികയില്ല എന്ന് ഷെയ്ഖ് ഒരു മസ്അലയായി ഉണർത്തുകയാണ്. അവിടെ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് പ്രത്യേകം അദ്ദേഹം ഉണർത്തിയതായി നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മാത്രം പ്രത്യേകമായ ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഏതുപോലെ കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഖബർ ഉള്ളത് മസ്ജിദിനോട് ചേർന്നുകൊണ്ടാണ്. ആ ഖബർ മസ്ജിദാക്കിയതല്ല, മറിച്ച് മസ്ജിദ് വിപുലീകരിക്കപ്പെട്ടപ്പോൾ ഖബർ അതിനോട് ചേർന്ന് വന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അമ്പിയാക്കൾ എവിടെയാണോ വഫാത്തായത് അവിടെയാണ് അവരെ മറമാടുക എന്നത് കാരണത്താലാണ്. അതുപോലെ പുറത്തേക്ക് എവിടെയും കാണപ്പെടാത്ത രൂപത്തിൽ ഖബറടക്കണം എന്നത് കൊണ്ടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ഖബറിന് മാത്രം ബാധകമായതാണ്. അതല്ലാത്ത ആളുകളുടെ വിഷയത്തിൽ ബാധകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലായിക്കൊണ്ട്, സുന്നത്തിലായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ഷിർക്കിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗഹീദിലായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ അല്ലാഹു സഹായിക്കുമാറാവട്ടെ.
വല്ലാഹു തആല അഅ്ലാ വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.